അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ-ഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. സഹോദരങ്ങളെ, 74-ാമത്തെ അധ്യായം സൂറ മുദ്ദസ്സിറിലെ 30-31 ആയത്തുകളെ സംബന്ധിച്ചാണ്. അതുമായുള്ള ജബ്ബാറിൻ്റെ പരാമർശങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നിരുന്നത്. ജബ്ബാറിന് ഈ സൂറത്തിൽ വലിയ സങ്കടം അതിലെ പ്രാസം മുറിഞ്ഞുപോയി എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അവിടെ പ്രാസത്തിനൊരു ഭംഗവും വന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം 30-ാമത്തെ ആയത്ത് അവസാനിക്കുന്നത് അലൈഹാ തിസ്അത അശർ. അവിടെ അതിൻ്റെ തൊട്ട് മുമ്പുള്ള ആയത്തുകളുടെയൊക്കെ അവസാനത്തിൽ വന്ന റാഗ് തന്നെയാണ് ഇവിടെ അലൈഹാ തിസ്അത അശർ എന്നതിലുള്ളത്. ഇനി 31-ാമത്തെ ആയത്ത് അതല്പം ദീർഘമായിട്ടുള്ള ആയത്താണ്. എന്നാൽ അതിൻ്റെ അവസാനവും അതേ റാഗിൽ തന്നെയാണ് അവസാനിക്കുന്നത്. ഒമാഹിയ ഇല്ലാ ദിക്റാ ലിൽ ബഷർ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ജബ്ബാറിന് പറയാനുള്ളത് അതൊരു വലിയ ലേഖനമായി പോയിന്ന ഒരു സംഗതിയെ സംബന്ധിച്ച് പരാമർശിക്കുമ്പോൾ അവിടെ കേവലം പ്രാസമൊപ്പിക്കുക എന്നത് അല്ല ഖുർആനിൻ്റെ രീതി എന്ന് പറയുന്നത്. ഖുർആന് പ്രാസൊപ്പിക്കാൻ വേണ്ടി അവതരിപ്പിച്ചിട്ടുള്ളതുമല്ല. അതേപോലെ അനാവശ്യമായുള്ള പ്രാസ നിർദ്ധാരണം അതും ഖുർആൻ്റെ രീതിയല്ല. അതങ്ങനെ പറഞ്ഞു വരുമ്പോൾ പലപ്പോഴും അതിൻ്റെ അവസാനാക്ഷരങ്ങൾ ഒത്തുവരാറുണ്ട് എന്നുള്ളത് ശരിയാണ്. അതിനതിൻ്റേതായിട്ട് ഭംഗിയുണ്ട്, സൗന്ദര്യമുണ്ട്, ആകർഷകത്വമുണ്ട്. ജബ്ബാറി പറയുന്ന ദോഷമൊന്നും ജബ്ബാർ മഹത്വവൽക്കരിക്കുന്ന ഖുറൈശികൾക്ക് മനസ്സിലായില്ല. 10ാം ക്ലാസ്സിൽ അറബി പഠിച്ച് മാർക്കും വാങ്ങി പോകുന്ന ജബ്ബാറിനാണ് അറബി നാട്ടിൽ വളർന്ന് ഖുർആനിൻ്റെ സംബോധിതരായിട്ടുള്ള അറബികളെക്കാൾ ഖുർആനിൻ്റെ ഭാഷാപരമായിട്ടുള്ള ദോഷവശങ്ങളൊക്കെ അറിയുക എന്ന് പറഞ്ഞാൽ ജബ്ബാറിൻ്റെ ഔദ്ധത്യവും അഹങ്കാരവും എത്ര ഉണ്ടെന്നുള്ള അതിന് മനസ്സിലാക്കാൻ കഴിയും. ഒരു മനുഷ്യന് പൊട്ടനാവാൻ തീരുമാനിച്ചാൽ ഒരു നിർവാഹവുമില്ല. കാരണം ജബ്ബാർ തന്നെ പറയുന്ന മഹത്വവൽക്കരിക്കുന്ന വലിയ ബുദ്ധിമാനും അല്ലെങ്കിൽ ജനാധിപത്യവാദിയും മതേതരവാദിയും ഒക്കെയാണെന്ന് പറയുന്ന വലീദ് ബിൻ മുഗീറയെ പോലുള്ള ആളുകൾ ഖുർആനെ പ്രശംസിച്ച് പറഞ്ഞൊന്നും ജബ്ബാർ കണ്ടിട്ടേ ഉണ്ടാവില്ല. മൂപ്പർക്ക് എപ്പോഴും ഈ ഏത് സമയത്തും ദോഷൈകതീർക്കാണ്. ദോഷം മാത്രം കണ്ടെത്തുകയും അത് വിളിച്ചു പോവുകയും ചെയ്യുക എന്നുള്ളതാണ് ജബ്ബാറിൻ്റെ രീതി. ലോകത്ത് അറബി ഭാഷ പഠിച്ച ആളുകൾ വിശുദ്ധ ഖുർആനിൻ്റെ അനുകർത്താക്കളും അനുയായികളും അതിൻ്റെ പ്രചാരകരുമായിട്ട് എത്ര കോടിക്കണക്കിന് മനുഷ്യരുണ്ടെന്ന് അറിയാത്തൊരുത്തനല്ല ജബ്ബാർ എന്നുള്ളത്. തൻ്റെ വിഡ്ഢിത്തപരമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ അതിങ്ങനെ വിളമ്പുക. അതിൽ കവിഞ്ഞ് ജബ്ബാറിന് യാതൊരു ലക്ഷ്യമില്ല എന്നുള്ളത് ജബ്ബാർ തന്നെ അയ്യൂബ് മൗലവി ആയിട്ടുള്ള സംവാദത്തിൽ വ്യക്തമായി കഴിഞ്ഞതാണ്. തനിക്ക് എന്താണ് ഖുർആനിൽ നിന്ന് മനസ്സത് അത് ജനങ്ങളോട് പറയുക എന്നതാണ് താൻ ചെയ്തുകൊണ്ടിരിക്കണമെന്നാണല്ലോ. അപ്പോൾ ഖുർആനിൽ നിന്ന് ജബ്ബാറിന് മനസ്സിലായത് ഇതാണ്. അതങ്ങനെയാണ് ചില മനുഷ്യന്മാർ. അപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഏറ്റവും വലിയ വിഡ്ഢിയാവാൻ തീരുമാനിച്ച ഒരു മനുഷ്യനാർക്കും നന്നാക്കിയെടുക്കാനും കഴിയില്ലാന്നുള്ളതാണ്. ഈ ആയത്തിൽ 30-ാമത്തെ ആയത്തിൽ എന്തൊക്കെ പറയുന്നുണ്ട്? ഇവിടെ നരകത്തിൻ്റെ അധികാരം, അതിൻ്റെ കാര്യങ്ങൾ കൈയാളുന്ന ആളുകളായിട്ട് മലക്കുകൾ നിശ്ചയിച്ചു. അതാണ് വമാ ജഅൽനാ അസ്ഹാബന്നാരി ഇല്ലാ മലായിക. അത് നിശ്ചയിച്ചത് അവരുടെ ഈ 19 എണ്ണം എന്നുള്ള ഈ എണ്ണം യഥാർത്ഥത്തിൽ അള്ളാഹിൻ്റെ അടുത്ത് മലക്കുകൾ വേറില്ലാത്തത് കൊണ്ടല്ല.
അതാണ് ഇത് ഈ ആയത്തിൻ്റെ അവസാന ഭാഗത്തിൽ പറഞ്ഞത് വമായലമു ജുനൂദ റബ്ബിക ഇല്ലാ ഹുവ. നിൻ്റെ റബ്ബിൻ്റെ സൈന്യത്തിൻ്റെ എണ്ണം അല്ലെങ്കിൽ അവരെത്ര ഉണ്ട്, അവരാരൊക്കെയാണ്, അവരുടെ ശക്തി എന്താണ്, ഇതൊക്കെ അവന് മാത്രമേ അറിയൂ. ആ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അറിയില്ല എന്നുള്ളതാണ്. എന്നിട്ട് അങ്ങനെയുള്ള മലക്കുകളെയാണ് തൻ്റെ വലത്തെ ചുമല് കൊണ്ടും ഇടത്തെ ചുമല് കൊണ്ടും ഞാനങ്ങ് തിക്കി അകറ്റിയിട്ട് സ്വർഗത്തിലേക്ക് അങ്ങ് കടന്നു കയറുമെന്ന് ജബ്ബാറിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഉസൈദ് ബിൻ കൽദ പറഞ്ഞത് മൂപ്പർ ഉദ്ധരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ എണ്ണം എന്നുള്ളത് നിഷേധികൾക്ക് അത് ചർച്ചാ വിഷയമാവാനും അവർ അതിൻ്റെ പേരിൽ തർക്കിക്കാനും അതിനെ പരിഹസിച്ച് തള്ളാനും കാരണമായി തീരുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. അതങ്ങനെയുള്ള നിഷേധികളെ സംബന്ധിച്ച് അങ്ങനെയാണ്. അവർ എന്തിനെയാണോ നിഷേധിക്കുന്നത് അതിനെ പരിഹസിക്കുക. അതാണല്ലോ ഇപ്പോൾ ജബ്ബാർ ചെയ്തുകൊണ്ടിരിക്കണോ തന്നെയാണ്. പക്ഷേ ജബ്ബാറിൻ്റെ അത്ര ഖുറൈശികളെ ഇസ്ലാമിൻ്റെ അന്നത്തെ ശത്രുക്കൾ പരിഹസിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം അവർക്ക് ഇതിൻ്റെ പൊരുളറിയാം. അവരുടെ അഹങ്കാരവും അവരുടെ കുടുംബപരമായിട്ടുള്ള താല്പര്യങ്ങൾ നാളിതുവരെ തങ്ങൾ അനുവർത്തിച്ചു പോന്നിട്ടുള്ള തലമുറയായിട്ട് അനുവർത്തിച്ചു പോന്നിട്ടുള്ള സംഗതികൾ വിട്ടൊയ്യാനുള്ള മടി, ആലസ്യം, അങ്ങനെയുള്ള മനുഷ്യൻ്റെ അവസ്ഥ, ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ അവരെ ഖുർആനിൽ നിന്ന് അകറ്റി നിർത്തിയത്. ഇത് വലിയൊരു കാര്യമായിട്ടാണ് ജബ്ബാർ എഴുന്നള്ളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ ഖുർആനെ വിമർശിക്കുന്നു, അതിനെ പരിഹസിക്കുന്നു. ആ പരിഹാസം എന്നുള്ളത് അവർ നടത്തണം. അപ്പോൾ തന്നെ ഏതൊരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചും അതിൻ്റെ വിജയത്തിലേക്കുള്ള കുതിപ്പിന് ഇങ്ങനെയുള്ള പരിഹാസകരുടെ പരിഹാസം സഹായകമാണെന്നുള്ളത് ലോകചരിത്രം സാക്ഷ്യം വഹിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അതാണ് ഇവിടെ മാ ജഅൽനാ ഇദ്ദത്തഹും ഇല്ലാ ഫിത്നത്തൽ ലില്ലദീന കഫറു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ഈ സംഗതിയിൽ വേദത്തിൻ്റെ ആളുകൾക്ക് ഇതിൽ ബോധ്യം വരേണ്ട ഒരു സംഗതിയുണ്ട്. കാരണം അവരുടെ വേദങ്ങളിലും പറഞ്ഞിട്ടുള്ള സംഗതിയാണ് വിശുദ്ധ ഖുർആൻ ഇതിലൂടെ പറയണതെന്നുള്ളതാണ് ഖുർആൻ അവിടെ പറയുന്നത്. തുടർന്ന് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിശുദ്ധ ഖുർആനിലെ ഓരോ ആയത്തും അവതരിക്കുമ്പോൾ അവർക്ക് ദൃഢത വർദ്ധിക്കുകയാണ് ചെയ്യുക. അങ്ങനെ ആ ദൃഢത വർദ്ധിക്കുക എന്നുള്ളതും ഈ വിശദീകരണത്തിൻ്റെ ഒരു ലക്ഷ്യമായിട്ട് ഖുർആനിലൂടെ എണ്ണി പറയാണ്. സൂറത്ത് തൗബയുടെ അവസാനത്തിൽ സംഗതി പറയുന്നുണ്ട്. വൈദാ ഉൻസിലത്ത് സൂറത്തുൻ എന്ന് പറഞ്ഞിട്ട് ഖുർആൻ പറഞ്ഞെന്താണ്, ഹൃദയത്തിൽ സംശയമുള്ള ആളുകൾ ചോദിക്കും ഈ ആയത്തിറങ്ങിയിട്ട് ഇപ്പോൾ ആർക്ക് എന്തേ ഗുണമുണ്ടായത്. ജബ്ബാർ ചോദിക്കുന്ന ചോദ്യം തന്നെയാണ്. അവിടെ ഖുർആൻ പറഞ്ഞിട്ടുള്ള എന്താണ്, ഹമ്മല്ലദീന ആമനു ഫസാദത്തുഹും ഈമാനാ, വിശ്വാസികൾക്കത് ഈമാൻ വർദ്ധിപ്പിക്കും. ജബ്ബാറിനെ പോലുള്ള ആളുകൾ അമ്മല്ലദീന ഫീ ഖുലൂബിഹിം മറദം ഫസാദത്തുഹും റിജ്സൻ ഇലാ ജിസ്ഹിം, അവർക്ക് പിന്നെയും ഈ കുതർക്കവും അതുപോലെ തന്നെ അസത്യത്തോടുള്ള താല്പര്യമൊക്കെയാണ് അതവർക്ക് വർദ്ധിപ്പിക്കുക. അപ്പോൾ അത് അന്ന് തൊട്ട് ഇന്ന് വരെ സംഭവിച്ചു പോരുന്ന സംഗതിയാണ്. അതോടൊപ്പം പിന്നെ ഇവരുടെ സംശയമാണ്, ഇതുകൊണ്ട് ഒക്കെ ഇപ്പം എന്തേ ഉണ്ടായത്, എന്ത് കാര്യം ഉണ്ടായത് എന്നുള്ള ജബ്ബാറിൻ്റെ ചോദ്യം അന്നത്തെ മുശ്രിക്കുകളും ചോദിച്ചിട്ടുണ്ട്, പിൽക്കാലത്തെ മുശ്രിക്കുകൾ ചോദിച്ചിട്ടുണ്ട്, ജബ്ബാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സംശയങ്ങൾ അവർ ഉന്നയിച്ചുകൊണ്ടിരിക്കും. ആ ചോദ്യത്തിന് ഇവിടെ വെച്ച് മറുപടി പറയില്ല എന്നുള്ളതാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്നത്. അതിന് മറുപടി പറയേണ്ട ഒരു രംഗം പിന്നെ വരും, അവിടെ വെച്ച് പറയാം. ഇപ്പോൾ നിങ്ങൾക്കിത് ബോധ്യമുണ്ടോ ഇല്ല എന്നുള്ള പരീക്ഷണമാണ്. നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തള്ളിക്കളയാം. നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും മറുപടി പറയുക, അല്ലെങ്കിൽ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയുക, നിങ്ങളുടെ പരിഹാസങ്ങൾക്കൊക്കെ അതേ രീതിയിൽ മറുപടി പറയുക, ഇതൊന്നും ഖുർആൻ്റെ രീതിയല്ല. അത് പ്രതീക്ഷിച്ചുകൊണ്ട് ജബ്ബാർ ഖുർആനെ എതിർക്കേണ്ട കാര്യമില്ല. ജബ്ബാറിന് തൻ്റെ ഈ യൂട്യൂബിൽ മൈലേജ് കിട്ടാൻ വേണ്ടി കുറച്ച് മുസ്ലിങ്ങൾ ഇതിൻ്റെ പിന്നാലെ നിന്ന് കൂടി കിട്ടിയാൽ തിരക്കടില്ല എന്നൊക്കെ ജബ്ബാറിനുണ്ടാവും. എന്നാൽ അത് ജബ്ബാറിൻ്റെ ഒരു വ്യാമോഹം മാത്രമാണ് എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ജബ്ബാറിൻ്റെ ആവശ്യം എന്താണ്? ജബ്ബാർ ഖുർആനിൽ ഒരു നന്മയും കാണുന്നില്ല, തീർത്ത് തിന്മ കാണുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നിനും കൊള്ളരുതാത്ത മനുഷ്യനാണ്. ഏറ്റവും ചുരുങ്ങിയത് ഈ വിഡ്ഢിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ചിന്തിച്ചാൽ അറിയില്ല, ലോകത്ത് കോടിക്കണക്കിന് മനുഷ്യന്മാർ തങ്ങളുടെ ജീവനേക്കാൾ സ്നേഹിക്കുന്നൊരു മനുഷ്യൻ, ആ മനുഷ്യനിൽ എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവും എന്നുള്ളത്.
അതുപോലും മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇയാൾക്ക് ഇല്ലാതെ പോയി എന്നുള്ളതാണ് ഇയാളുടെ ഏറ്റവും വലിയ ദുര്യോഗം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൂറത്ത്, ഈ ആയത്ത് അല്പം ദീർഘിച്ചിട്ടുള്ള ഈ ആയത്തിൽ പറഞ്ഞ സംഗതികൾ അത് നിഷേധികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പാഠം ഉൾക്കൊള്ളാൻ പറ്റുമെങ്കിൽ അത് ഉൾക്കൊള്ളാൻ പാകത്തിൽ ചില സംഗതികൾ അവരെ ബോധ്യപ്പെടുത്തുകയാണ് ഇവിടെ ഈ ആയത്തിലൂടെ ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ അവസാനത്തിൽ പിന്നെയും ജബ്ബാർ പറഞ്ഞിട്ടുള്ള ആ പ്രാസം അവിടെയും നമ്മൾക്ക് കാണാൻ കഴിയും. അതാണ് വമാഹിയ ഇല്ലാ ദിക്റാലിൽ ബഷർ. അപ്പോൾ ഇവിടെ പ്രാസത്തിന് മാറ്റമൊന്നും വന്നിട്ടില്ല. പിന്നെ ഖുർആൻ എന്ന് പറയുന്നത് അതൊരു കവിതയല്ല, അത് ഗദ്യവുമല്ല. കവിതയാണെങ്കിലാണ് ഈ പ്രാസഭംഗിക്ക് വലിയ പ്രാധാന്യം കൊടുക്കാനുള്ളത്. സാധാരണഗതിയിൽ ഗദ്യ കവിത എന്ന് പറഞ്ഞാൽ ഗദ്യമുണ്ട്, പദ്യമുണ്ട്, ഗദ്യ കവിതയുണ്ട്. ഈ ഗദ്യ കവിതയിൽ ജബ്ബാറി പറയുന്ന രീതിയിലുള്ള പ്രാസം ഉണ്ടാവാറുണ്ടോ എന്നുള്ളതും ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ്. ഖുർആനെ സംബന്ധിച്ച് നമുക്ക് പറയാൻ പറഞ്ഞാൽ അത് പദ്യമല്ല ഗദ്യമല്ല പറയുമ്പോൾ അതിൽ കാവ്യം ഉണ്ട്, കവിത്വമുണ്ട്, എന്നാൽ അത് കവിതയല്ല. എന്നാൽ കേവലമായ ഗദ്യമാണോ ഗദ്യവുമല്ല. അപ്പോൾ രണ്ടിൻ്റെയും ഇടയ്ക്കുള്ള ഒരു രീതിയാണ് ഖുർആൻ ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. അത് അറബികളെ അങ്ങേയറ്റം ഹഠാതാകർഷിച്ചിരുന്നു എന്നുള്ളത് അവരുടെ സമീപനം. അതുകൊണ്ടാണ് വലീദ് ബിൻ മുഗീറ ഖുർആനെ സംബന്ധിച്ച് പ്രശംസിച്ച് പറഞ്ഞത് ജബ്ബാർ കാണാതെ പോയിട്ടുള്ളതും. കാരണം ജബ്ബാറിന് അത്തരം സംഗതികളൊന്നും മൂപ്പരെ കണ്ണിൽ പെടൂല, മൂപ്പരെ കേൾവിയിൽ വരില്ല. കാരണം അത് കേട്ടാൽ, അത് അംഗീകരിച്ചാൽ പിന്നെ ജബ്ബാർ പറയുന്നതിനൊന്നും അർത്ഥമില്ലാതെ പോകുന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ പുഴുക്കുത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് മാത്രം നോക്കി നടക്കുന്ന ഒരു മാനസികാവസ്ഥ, അതാണ് ജബ്ബാറിൻ്റേത്. അത് അയാൾ തുടർന്നുകൊണ്ടിരിക്കും അയാളുടെ അന്ത്യം വരെ എന്നേ നമ്മൾക്ക് പ്രതീക്ഷിക്കാനുള്ളൂ. അതിൽ അയാളിൽ നിന്ന് മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ യാതൊരു സാധ്യതയില്ല. പിന്നെ അള്ളാഹുവിൻ്റെ കയ്യിലാണ് ഒരാളുടെ ഹിദായത്തും മറ്റുമൊക്കെ ഉള്ളത്. അത് സംഭവിക്കുകയാണെങ്കിൽ ജബ്ബാറിന് നല്ലത്, അത്രേ പറയാനുള്ളൂ.